സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. നമ്മൾ ഏതവസ്ഥയിലാണെന്ന് ദൈവം നമുക്ക് ബോധ്യം തന്നിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിൽ നിലനിന്ന് മുന്നേറുവാനാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കത് സാധിക്കും. വിശ്വാസമെന്ന ഏക ആയുധമുണ്ട് ദൈവമക്കൾ ലോകത്തെയും ലോകത്തിലുള്ള സകല ശക്തിയെയും ജയിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ എല്ലാം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും ദൈവത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. 1 സാമുവേൽ 16:7 പറയുകയാണ്, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തെ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ നിമിഷം വരെ അനുതാപത്തോടെ പ്രാർത്ഥിച്ച ഏതൊരു വ്യക്തിയുണ്ടോ, ആ അനുദപിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് യേശുവിന്റെ ആത്മാവ് കടന്നു വരികയാണ്. ഈ നിമിഷം മുതൽ അവർ പഴയതല്ല, ആ വ്യക്തി പുതിയതാണ്. അവരെ നയിക്കുന്നത് അവരല്ല, പരിശുദ്ധാത്മാവായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന വ്യക്തികളായി ഈ നിമിഷം മുതൽ ഈ വ്യക്തി മാറുകയാണ്. ലോകം മുഴുവനും പോയി യേശുവിന്റെ സാക്ഷ്യം വഹിക്കാനായി നമുക്കൊരുങ്ങാം. യേശുവിന്റെ 2ാം വരവിൽ സർവമഹത്വത്തോടെ ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ നമുക്കും യേശുവിന് മുമ്പിൽ വിശുദ്ധിയോടെ നിൽക്കാനായി നമുക്കൊരുങ്ങാം. ദ റോയൽ പ്രൊഫസർ മിനിസ്ട്രിയുടെ ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ഓരോ വ്യക്തിയെയും യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.